മൈ ചാനൽ ഫൺ വിത്ത് അദ്വൈത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടോയ് ആണ്. ആ ടോയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ ടോയ് സ്റ്റെപ്പിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഇറങ്ങി വന്നിട്ട് ഇതാ ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാവുമെന്ന് അറിയില്ല. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്ലൈമും പാളിപ്പോയത്. ഇതെന്തായാലും പാളിപ്പോവാൻ സാധ്യത വരില്ല, കാരണം നമ്മൾ കുറച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടിട്ട് കുറച്ച് ചന്തമൊക്കെ തോന്നുന്നില്ലേ, തൂക്കിയിടാം നമ്മുടെ വീട്ടിലൊക്കെ. ഇത് കേട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റെപ്പ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്താൽ സ്റ്റെപ്പൊന്നും കയറില്ല. ഇത് നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വിടണം. മീൻസ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുന്ന സ്റ്റെപ്പിന്ന് ഇതിനെ തള്ളി വിടണം. അപ്പോൾ അതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവസാനം ആ പ്രഷറിൽ ഇത് പിന്നിലോട്ട് ഇങ്ങനെ കയറി പോകുന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ആ ചാനലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യം വേണ്ട സാധനം ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സീസർ. ആദ്യം നമുക്കൊരു സീസർ വേണം, പിന്നെ ഒരു സ്റ്റിക്ക് ഗ്ലൂ വേണം. ഇത്ര മതി. അത് ഇനി നമുക്കതാ ഇപ്പോൾ അങ്ങനത്തെ ഒരു A4 ഷീറ്റ് പേപ്പർ. അപ്പോൾ ഇതിൽ 4 A4 ഷീറ്റ് പേപ്പർ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ വെട്ടിയിട്ട പീസസിൽ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണി നോക്കാം. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കൽ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചില്ലേ, ഇനി ഇതാ ഇങ്ങനെ വേണം ഒട്ടിക്കാൻ. ഇതുണ്ടോ, അയ്യോ ഇവിടെ ഒട്ടിക്കില്ലല്ലോ, ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു പേസ്റ്റിങ് പോലെ തേച്ച് കൊടുക്കാം. ഇത് നേരത്തെ ചെയ്തപ്പോൾ ഞാൻ അത് ഒട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ പോയിരുന്നു. പച്ച 1 2 3. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്കിനി ഈ സൈഡ് നോക്കണം. ഈ ഒരു കുഞ്ഞൊരു വര വരുന്നില്ലേ, ആ സൈഡ് ഇങ്ങോട്ടും പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു ലൈൻ വരും. അപ്പോൾ അത് ഇങ്ങോട്ട്. അയ്യോ, ഇത് കുറച്ച് ചെരിവുണ്ടല്ലോ, എന്നാലും നമുക്ക് നേരെയാക്കാം. ഓക്കെ, ഇനി ഇതാ ഇതും എവിടെ ഒരു ലൈൻ വരും. അപ്പോൾ അത് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. സിമ്പിളാണ്, സിമ്പിൾ ടോയ് ആണ്. ഞാൻ കുറേ ദിവസം മുന്നെയാണ്, ഒരാഴ്ച മുന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇത് വ്ളോഗിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കട്ടെ. അയ്യോ, നമ്മുടെ കാര്യം മറന്നുപോയി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി പറയാം, ഞാൻ ക്യാമറയിൽ ഫുള്ളായിട്ട് വന്നിട്ടില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നോക്കി ഇനി അങ്ങോട്ട് നടക്കാം, അങ്ങോട്ട് കുറച്ച് താത്തി പിടിച്ച് അവർക്കൊക്കെ കാണണം. ഇനി ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക. ഇതിൻ്റെ ആദ്യം ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയിരുന്നു. അത് അത്രയ്ക്ക് നല്ല പേപ്പറൊന്നും ആയിരുന്നില്ല. അത് 1 A4 ഷീറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു ആർട്ടിന് വേണ്ടി എടുത്ത പേപ്പറായിരുന്നു. അപ്പോൾ അത് ആ ആർട്ട് ശരിയാവാത്തതുകൊണ്ട് പുതിയ ആർട്ട് ചെയ്തു. അപ്പോൾ ആ പഴയ പേപ്പർ കൊണ്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പേപ്പർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതേപോലെ. പക്ഷേ അത് ഗ്രീൻ കളറൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ അടുത്തില്ല. അത് ദേഷ്യം വന്ന് ഞാൻ കീറി കളഞ്ഞു. കാരണം അത് സ്റ്റെപ്പിന്ന് വിട്ടിട്ടും അത് വീണ്ടും കയറി പോകുന്നില്ല. അത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റെപ്പ് വേണം. നമ്മുടെ ഈ കയറിപ്പോണ സ്റ്റെപ്പൊന്നും പറ്റില്ല, കാരണം അത് കുറച്ച് ലെങ്ത് കൂടിയ സ്റ്റെപ്പാണ്. അപ്പം നമുക്കിനി ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ് അതും കൂടി ഉണ്ട്. ഇനി ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ
ഇനിയിപ്പോൾ ഇതിങ്ങോട്ടും മുടക്കണം, ഇതിങ്ങോട്ടും മുടക്കണം. അതൊരു പ്രശ്നമാണല്ലോ വൈസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് സീസർ ഞാനിപ്പോഴും മൊബൈലിന് ഞാൻ പൊടിയും. അപ്പോൾ നമുക്കത് ഇത് ഇങ്ങനെ അയ്യോ ഇത് മുറിക്കണ്ടേടാ, അത് കൂട്ടി മുറിക്കുക അല്ലേ? ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഇതായത് കുട്ടികൾ ഇത് പരീക്ഷിച്ച് നോക്കരുതെന്നല്ല, കൈ മുറിക്കാതെ സൂക്ഷിക്കണം. ഞാനും കുട്ടിയാണ്, നോ പ്രോബ്ലം, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അയ്യോ സൂക്ഷിച്ചാൽ മാത്രം പോരാട്ടോ, ഇത് ഉണ്ടാക്കണതിന് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തും നല്ലതാണ്. ഇനി ഇതങ്ങ് വെട്ടിക്കളയാതെ. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും. എന്താ ഈ ഒരു ഭാഗമില്ലേ, ഇതും ഒട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, അതവിടെ കിടക്കണം. അത് ഒട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഹലോ 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 ഹലോ, മൈ ടെസ്റ്റിംഗ്. ഇനി നമുക്ക് ഇത് ഈ സ്റ്റിക്കുകളും ഇത്ര മതി, അത്ര മതി. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അയ്യോ അയ്യോ അയ്യോ, ഇത് ഇങ്ങോട്ട് വെക്കാം. ചെറിയല്ല ആകെ പണിപാളും. ഈ കല്ലിന് ഈ പ്ലേസിന് എന്തൊരു പ്രശ്നമുണ്ട്. പണി പാടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് പ്രശ്നമായോന്ന് അറിയില്ല. ഇത് കുറച്ച് ശരിവ് വന്നിട്ടുണ്ട്, അതൊന്നും പ്രോബ്ലം ഇല്ല, വൺ പ്രോബ്ലം. ഇതിൻ്റെ മുകളിൽ ബ്ലൂ ആയാലും പ്രശ്നമില്ല, ഇതിൻ്റെ മുകളിൽ പോയാലും പ്രശ്നമില്ല, ഇതിൻ്റെ മുകളിൽ ഗ്ലൂ ആയാലും പ്രശ്നമില്ല. കാരണം അവിടെ നമുക്ക് വേറൊരു സംഭവം ഒട്ടിക്കേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഒന്നും കൂടി പറയണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ. ഇങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും കിട്ടി അങ്ങോട്ട് ടോപ്പ് ലെവലിൽ നമ്മുടെ ചാനൽ. അയ്യോ ഇപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ഇപ്പൊ ഇങ്ങനെ ഒട്ടിച്ചില്ലേ. ഇനി നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് ഒരെണ്ണം ഒട്ടിക്കണം. അപ്പം നമുക്ക് ആ പണി നോക്കാം. നീ ഉരുണ്ട് പോവരുത്, ഉരുണ്ട് പോരുത് പറഞ്ഞാൽ അടപ്പ് ഉരുണ്ട് പോവരുത്. അപ്പോൾ നോക്കിനി ഇവിടെയും ഗ്ലൂ അപ്ലൈയും കയ്യിലൊക്കെ ഗ്ലൂ ആയിട്ടുണ്ട് കുറേ. അന്ന് ഞാനൊരു സാമ്പിള് ആ പേപ്പറിൽ നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പഠിച്ചു. അപ്പോൾ അത് കുറേ ദിവസം മുന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ വ്ളോഗിൽ വെട്ടി എങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ഞാനത് വ്ളോഗിലേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണ്. ഈ വര വരണ ഭാഗം അടുത്തേക്ക് കൊണ്ടുപോകാം. ഇതുണ്ടോ, ഈ വര വരണ ഭാഗം ഇങ്ങോട്ട്, കണ്ടോ, വര വരണ ഭാഗം ഇങ്ങോട്ട് മടക്കണം. പിന്നെ ഇവിടെയും വര വരും, അത് ഇങ്ങോട്ടും മടക്കണം. അങ്ങനെ വേണം കേട്ടോ നമ്മുടെ ഈ ടോയ്. അപ്പോൾ ഇത് ടോയ് എന്ന് പറയാൻ പറ്റില്ല, പാമ്പ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ലോസ് സാന്റോസ് സിറ്റിയിലത്തെ ഏറ്റവും വലിയ പാമ്പാണിത്. ലോസ് സാന്റോസ് GTA 5 സിറ്റിയുടെ പേരാണ് കേട്ടോ. പാമ്പ് അങ്ങോട്ട് കിടക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ആ ഒരു ടോയ് അത്രയും പേപ്പേഴ്സൊന്നും നമുക്ക് പറ്റില്ല. ഇത് കണ്ടോ നമ്മുടെ പേപ്പേഴ്സ്, ഇതാണ് നമ്മുടെ പേപ്പർ. എവിടെ പോയി അതാ കിട്ടി ഇത്രയല്ലേ, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ.
ഇതാ കിടക്കണം. ഇത്രയും പേപ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ആ പേപ്പേഴ്സ് നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് ഇത്രയ്ക്ക് ലെങ്ത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലെങ്ത്ത് തന്നെ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിൻ്റെ അകത്തേക്ക് പോയിട്ട് സ്റ്റെപ്പിന് നോക്കാം. അപ്പം നമുക്ക് അവിടെ എത്താം. അവിടേക്ക് നമുക്ക് പോവാം. സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പോയതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇനി അവിടുത്തെ സ്റ്റെപ്പ് ഇവിടെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൽ പറ്റില്ല. അത് ഞങ്ങൾ വീഡിയോയിൽ ആകിയിട്ടില്ല, ട്രയൽ നോക്കി. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ നോക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ട്രയൽ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ പിടിക്കാം. അയ്യോ, ഒന്ന് മടങ്ങി നിൽക്കണം. പിടിച്ച് ഇത് പണി പാളിയ പ്രശ്നമില്ല. എല്ലാവരും വിചാരിക്കും ഒരു ആർട്ടാണെന്ന്. പണി പാളിയാലും നോ പ്രോബ്ലം ഫോർ മീ. ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഓ, ഇനി കുറച്ചും കൂടി ഇങ്ങനെ. അയ്യോ നമുക്കിത് ഈ സ്റ്റെപ്പിൽ വെക്കാം. അയ്യോ, പണിപ്പാളിയ എന്നെ പറയാൻ കേട്ടോ. പക്ഷേ കയ്യിലായോണ്ട് ഒട്ടിപ്പിടിക്കുന്നില്ല തോന്നുന്നുണ്ട്. ഇത് ഈ ഹാർമോണിയത്തിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധനം പോലെ ഉണ്ട്. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.